ലോകത്തിലെ ഏറ്റവും വലിയ കലാ മ്യൂസിയം പാരീസിലെ ലൂവ്രെ മ്യൂസിയം. നൂറ്റാണ്ടുകളുടെ കലാപാരമ്പര്യമുള്ള ഫ്രഞ്ച് ജനതയുടെ അഭിമാന സ്മാരകം. 5 ലക്ഷത്തിലധികം പ്രദർശന വസ്തുക്കളുണ്ട് ഇവിടെ. 35,000-ഓളം കലാസൃഷ്ടികൾ. പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് ചെന്നാൽ മ്യൂസിയം കെട്ടിടം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു നടുമുറ്റത്തേക്കാണ് എത്തിച്ചേരുന്നത്. നടുമുറ്റത്തിന് നടുവിൽ അതാ കാണാം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു പിരമിഡ് രൂപം. ഈ പിരമിഡിനുള്ളിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. മ്യൂസിയത്തിൻ്റെ സ്ഥാപകൻ ലൂയി 14-ാമൻ്റെ ശില്പവും നടുമുറ്റത്ത് കാണാം. പിരമിഡിലെ വാതിൽ വഴി അകത്ത് ചെന്നാൽ വിശാലമായ ഹാളാണ്. സുള്ളി, റിച്ചലു, ഡെനോൺ എന്നിങ്ങനെ പേരുകളുള്ള മ്യൂസിയത്തിൻ്റെ 3 ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് കടന്നുകയറ്റാം. ഓരോ വിഭാഗത്തിലുമുണ്ട് 5 നിലകൾ വീതം. പാശ്ചാത്യ, പൗരസ്ത്യ, ഈജിപ്ഷ്യൻ, അറബിക് പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, രേഖാചിത്രങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയൊക്കെ ഇവിടെ ധാരാളമായി കാണാം. 1-2 ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാവുന്നതല്ല ഇവ. ഇതാ സെയിൻറ്റ് ജീൻ ബാപ്റ്റിസ്റ്റ്, ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് നാം കാണുന്നത്. ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റംബ്രാൻഡ്, വാൻ ഗോഗ് തുടങ്ങിയ മഹാരഥന്മാരുടെ കലാസൃഷ്ടികൾ, മാസ്റ്റർ പീസുകൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഡാവിഞ്ചിയുടെ ഈ ചിത്രത്തിൽ ഉണ്ണിയേശു, മറിയം, സെയിൻറ്റ് ആനി എന്നിവരെ കാണാം. ഡാവിഞ്ചിയുടെ മാസ്റ്റർ പീസായി കരുതപ്പെടുന്ന ചിത്രമുണ്ടല്ലോ, മൊണാലിസ ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മൊണാലിസയെ കാണുന്നതിനാണ് സന്ദർശകരേറെ താല്പര്യം കാണിക്കുന്നത്. അതാ കാണാം വിങ്ഡ് വിക്ടറി ഓഫ് സമോത്രാഗി. 2-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ സമോത്രാഗി ദ്വീപിൽ നിന്ന് ലഭിച്ച ശില്പം, വിശ്വപ്രസിദ്ധമായ ശില്പം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജൈത്രയാത്രയെ പ്രഖ്യാപിക്കുന്ന ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് പാരീസിലെ ലൂവ്രെ മ്യൂസിയം എന്ന് തറപ്പിച്ചു.